എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 8 ഭാഗങ്ങളിൽ ഗ്രഹങ്ങൾ 12 ഭാഗങ്ങളിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അഷ്ടമാധിപതി 12 ഭാഗങ്ങളിൽ നിന്നാലുള്ള ഫലമാണ്. അപ്പോൾ 8ാം ഭാവാധിപതി ലഗ്നത്തിൽ നിന്നാൽ ധാരാളം വിരോധികൾ, രോഗി, അനാരോഗ്യൻ, മറ്റുള്ളവരാൽ ശത്രുക്കളാൽ കൊല്ലപ്പെടുന്നവന്, ദാരിദ്ര്യത, കുടുംബ മഹത്വം കളഞ്ഞു കുളിക്കുന്നവൻ, സർക്കാർ ജോലിക്കോ തത്തുല്യ ജോലിക്കോ അർഹനായിരിക്കും. സർക്കാർ ധനം ലഭിക്കാനും യോഗം. 8ാം ഭാവാധിപതി 2ൽ നിന്നാൽ ശുഷ്കിച്ച സമ്പാദ്യമായിരിക്കും. ധാരാളം കടബാധ്യതയുള്ളവരായിരിക്കും. നയനരോഗം ഉണ്ടാവും. ശുഭഗ്രഹമാണെങ്കിൽ ഐശ്വര്യവും ധനവും സൗഖ്യവും ഉണ്ടാവും. 8ാം ഭാവാധിപതി 3ൽ നിന്നാൽ ധൈര്യശാലികളായ സഹോദരന്മാരുണ്ടാവും. അവരുടെ ആദരവ് പിടിച്ചുപറ്റും. സാഹസിക പ്രവർത്തികൾ ചെയ്യും. എന്തിനേയും നേരിടാനുള്ള കഴിവുണ്ടാവും. സഹോദരങ്ങൾക്ക് അപകടം മൂലമുള്ള മരണം സംഭവിക്കും. 8ാം ഭാവാധിപതി 4ൽ നിന്നാൽ ജീവിത സൗഖ്യക്കുറവാണ്. രോഗദുരിതങ്ങൾ, പിതാവുമായി കലഹം, സർവസുഖഹാനി, വാഹനം മൂലം കഷ്ടനഷ്ടം, മാതാപിതാക്കൾക്ക് അനുഭവഹാനി. 8ാം ഭാവാധിപതി 5ൽ നിന്നാൽ സന്താനദോഷം, സന്താന തടസ്സം, സന്താനക്ലേശം, പുത്രദുഃഖം, വിദ്യയിൽ തടസ്സം. 8ാം ഭാവാധിപതി 6ൽ നിന്നാൽ അതീവ കഷ്ടത നിറഞ്ഞ ജീവിതമായിരിക്കും. കേസിലും വേണ്ടാത്ത വഴക്കിലും ഒക്കെ പോയി പെടുക. 8ാം ഭാവാധിപനായി ശനി 6ൽ നിന്നാൽ മുഖ, ചർമ്മ, ശ്വാസകോശ അസുഖങ്ങൾ. ചന്ദ്രൻ നിന്നാൽ ജലഭയം, നയനരോഗങ്ങൾ. സൂര്യൻ നിന്നാൽ അഗ്നിഭയം ഉണ്ടാവും. വ്യാഴം നിന്നാൽ ശരീര തളർച്ച, അമിതവണ്ണം, കൊളസ്ട്രോള്. ശുക്രൻ നിന്നാൽ പ്രമേഹം, നേത്രരോഗങ്ങൾ. ഇതാണ് 6ാം ഭാവം വരെയുള്ള ഭാവങ്ങളിൽ 8ാം ഭാവാധിപതി നിന്നാൽ. അടുത്തതിൽ ഇതിൻ്റെ തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഹരി ഓം.